പരിപാടി മുന്നോട്ടു പോകുന്നത്. പ്രായഭേദമന്യേ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇതിൽ പങ്കാളികളാകുന്നു. നവംബർ 7 ക്യാൻസർ അവയർനെസ് ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കോളേജിൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന NSS TKMC സംയോജിച്ച് സ്റ്റെപ്സ് ഇന്നിതാ ഇവിടെ ക്യാൻസർ അവയർനെസ് സെഷൻ സംഘടിപ്പിക്കുകയാണ്. ആദ്യം തന്നെ ഈ ക്യാൻസർ അവയർനെസ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ലവ്ലോക്സുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കാണാം. ഈ ചടങ്ങിലേക്ക് ഔപചാരികമായി കടക്കുന്നതിനായി നമുക്ക് NSS TKMC വോളണ്ടിയർ സെക്രട്ടറിയായ സംഗീത് കെനെ വെൽക്കം സ്പീച്ചിനായി ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. സ്റ്റുഡൻസ് ഓഫ് TKMC ഫോർ ദ എൻവയറൺമെന്റ് ഓഫ് പീപ്പിൾ ആൻഡ് സൊസൈറ്റി TKM കോളേജിലെ സംഘടന ഒക്ടോബർ 28 മുതൽ നവംബർ 18 വരെ നടത്തുന്ന ലവ്ലോക്സ് 2020 ആദ്യത്തെ ഓഡിബിൾ അല്ലേ? ഹലോ ഗായത്രി, ഓഡിബിൾ ആണ്? ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഭാഗമായി ക്യാൻസർ അവയർനെസ്, നാഷണൽ ക്യാൻസർ അവയർനെസ് ഡേയുടെ ഭാഗമായിട്ടും നമ്മൾ നടത്തുന്ന ക്യാൻസർ അവയർനെസ് സെഷൻ ആദ്യത്തെ ദിവസമാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. ഇവിടേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമായി തന്നെ എൻ്റെ ഹൃദ്യമായ ഒരു സ്വാഗതം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇന്ന് നമ്മുടെ സ്റ്റെപ്സിന്റെ ത്രിക ജൂനിയർ ലോഞ്ച് നടത്തുന്നുണ്ട്. ആദ്യമായി തന്നെ നമ്മളോടൊപ്പം എത്തിച്ചേരാമെന്ന് അറിയിച്ചിരുന്ന അശ്വക് സാറുണ്ട്, നമ്മുടെ സ്റ്റെപ്സിന്റെ സ്റ്റാഫ് കോർഡിനേറ്റർ കൂടിയായ സാറിന് നമ്മളോടൊപ്പം എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. സാർക്ക് സാങ്കേതികമായ ചില തടസ്സങ്ങൾ നേരിടുന്നുണ്ട്, എങ്കിലും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാറിന് ആദ്യമായി തന്നെ ഞാൻ ഈ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ NSS TKMCയുടെ യൂണിറ്റ് 174 പ്രോഗ്രാം ഓഫീസറായ ഹുദാന നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. മാമിനെയും ഹൃദ്യമായ രീതിയിൽ തന്നെ ഞാൻ ഈ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരു ഹലോ മാം. താങ്ക് യു മാം. അടുത്തതായി നമ്മുടെ വിശിഷ്ട വ്യക്തിയെ സ്വാഗതം ചെയ്യാണ്. നമുക്ക് ഇന്നൊരു അവയർനെസ് സെഷൻ എടുക്കാനും, അതായത് നമുക്ക് ക്യാൻസറിനെ പറ്റി നല്ലൊരു അവബോധം സൃഷ്ടിക്കാനും, നമുക്ക് ഒട്ടേറെ നല്ല കാര്യങ്ങൾ എങ്ങനെ പ്രീ സ്റ്റേജ് ക്യാൻസർ മനസ്സിലാക്കാം, അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ്, അങ്ങനെ കുറച്ച് സാങ്കേതികമായ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടി നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ റോണി ബെൻസൺ സാറാണ്. ഒട്ടേറെ തിരക്കുകളുണ്ടെന്നറിയാം. ഇപ്പോൾ നല്ല ഒരു പാൻഡമിക് സിറ്റുവേഷനിലും തിരക്കുകൾക്കിടയിലും നമുക്ക് വേണ്ടി ഇങ്ങനത്തെ ഒരു സെഷന് വേണ്ടി എത്തിച്ചേർന്ന സാറിനെ ഏറ്റവും സന്തോഷത്തോടെ തന്നെ ഞാൻ ഈ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാറിന് ഒരുപാട് സ്വാഗതം. അടുത്തതായി നമ്മുടെ ഈ മീറ്റിൽ നമ്മോടൊപ്പം ഈ മീറ്റ് നമ്മുടെ തന്നെ TKMCയുടെ ഒരു അലൂമിനിയായ സൗമ്യ ചേച്ചി എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജോലി തിരക്കുകൾ കാരണം കുറച്ച് വൈകുമെന്ന് അറിയിച്ചിട്ടുണ്ട്, എങ്കിലും ഉടനെ തന്നെ ചേച്ചി നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നതാണ്. ലവ്ലോക്സിന്റെ ആരംഭഘട്ടത്തിൽ മുടി ദാനം ചെയ്ത്, അതായത് ആരംഭഘട്ടത്തിൽ ദാനം ചെയ്ത് നമുക്കെല്ലാവർക്കും ഒരു മാതൃകയായ വ്യക്തിയായിരുന്നു സൗമ്യ ചേച്ചി. ചേച്ചിയെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായ രീതിയിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, അധ്യാപകർക്കും, മറ്റെല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഞാൻ എൻ്റെ പേരിലും NSS TKMCയുടെ പേരിലും സ്റ്റെപ്സിന്റെ പേരിലും സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി നമുക്ക് സെഷനിലേക്കും മറ്റ് കർത്തവ്യങ്ങളിലേക്കും കടക്കാം. താങ്ക് യു. അടുത്തതായി
ഈ പരിപാടിയിൽ നമ്മളോട് സംവദിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് മെഡിസിറ്റി ഹോസ്പിറ്റലിലെ പ്രശസ്ത ഓങ്കോളജിസ്റ്റ് ഡോക്ടർ റോണി ബെൻസൺ സാറാണ്. സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി സാറിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. Hello. 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 കാണാം സർ. Hi. Good evening, everybody. Hi. First of all, എല്ലാവർക്കും ഇതിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിക്ക് വലിയൊരു നന്ദി അറിയിക്കാനുണ്ട്. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിനും നിങ്ങളെ ക്യാൻസർ അവയർനെസ് എന്നൊരു ടോക്ക് തരാൻ ഉള്ള മനസ്സ് കാട്ടിയതിനും. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഓർഗനൈസേഴ്സിനെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഇത്രയും വലിയൊരു ഇനിഷ്യേറ്റീവ് നിങ്ങൾ എടുത്തു. ക്യാൻസർ പേഷ്യൻസിനെ സംബന്ധിച്ച് വലിയൊരു എസ്പെഷ്യലി കീമോതെറാപ്പി ഒക്കെ എടുക്കുന്ന പേഷ്യൻസിന് വലിയൊരു പ്രോബ്ലമായിട്ട് വരുന്ന ഒരു സാധനമാണ് മുടി നഷ്ടപ്പെട്ടു പോവുക. അപ്പം അവരെ സംബന്ധിച്ച് വലിയൊരു റീഅഷ്വറൻസ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ ഹെയർ ഡൊണേറ്റ് ചെയ്യുന്നത് വഴി. അത് നിങ്ങൾ കൊല്ലങ്ങളായി നടത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളത് കേട്ടതിൽ വലിയ സന്തോഷം. അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അതൊരു വലിയ സക്സസ് ആയി നടക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അതിൻ്റെ അഭിനന്ദനങ്ങൾ. നമുക്ക് ഈ അവയർനെസ് ടോക്കിലേക്ക് മുന്നോട്ട് പോകും. എന്താണ് ക്യാൻസർ എന്ന് തുടങ്ങി നമുക്ക് ഈ ടോക്ക് തുടങ്ങാം. അതായത് ക്യാൻസർ എന്ന് പറയുന്നത് അൺകൺട്രോൾഡ് ഗ്രോത്ത് ഓഫ് സെൽസ് ആണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ സെല്ലുകളും വളരുകയും മരിച്ചു പോവുകയും പുതിയ സെല്ലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്യാൻസറിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അൺകൺട്രോൾഡ്, ക്രമാതീതമായി ഈ സെല്ലുകൾ വളരുകയും അത് വളർന്ന് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് വളരുകയും മറ്റുള്ള ഓർഗൻസിലേക്ക് വളരുകയും അത് മരണത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ക്യാൻസർ ഇത്രയും പ്രോബ്ലം ആയിട്ടുള്ള ഒരു അസുഖമായി മാറുന്നത്. നമ്മൾ ക്യാൻസർ അവയർനെസ്സിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒത്തിരി നമ്മുടെ ശരീരത്തിലെ ഏത് ഓർഗനെ വേണമെങ്കിലും ക്യാൻസർ ബാധിക്കാം. തലയുടെ ബ്രെയിൻ തൊട്ട് കാലിലെ തൊലിയിൽ വരെ ക്യാൻസർ ബാധിക്കാം. എന്നാൽ ചില ക്യാൻസേഴ്സ് കോമൺ ആയി കാണുകയും ചിലത് വളരെ റെയറായി കാണുകയും ചെയ്യുന്നതാണ്. നമ്മൾ നോക്കുമ്പോൾ ഫീമെയിൽസ്, അതായത് പെണ്ണുങ്ങളിൽ സ്ത്രീകളിൽ കൂടുതലായി കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസർ, ഓവറിയൻ ക്യാൻസർ, ലങ് ക്യാൻസർ എന്നിവയാണ്. അതേസമയം ആണുങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ, ആ ക്യാൻസേഴ്സ് ആണ് കോമൺ ആയിട്ട് കാണുന്നത്. ഇത് നമ്മൾ കാണുന്നത് ലോകമെമ്പാടുമുള്ള കണക്കുകളാണ്. ഇന്ത്യയുടെ കണക്കുകൾ എടുത്താലും വലിയ വ്യത്യാസമില്ല. ആണുങ്ങളിലാണെങ്കിൽ ലങ് ക്യാൻസർ, വായിൽ ഉണ്ടാകുന്ന ക്യാൻസേഴ്സ്, അത് നമ്മുടെ ഒരു ഇന്ത്യക്കാരുടെ ഒരു ജീവിത ശൈലി മൂലമാണ്. നമ്മൾ ടൊബാക്കോ, മുറുക്കാനും ചുണ്ണാമ്പും ഒക്കെ വായിൽ വെക്കുന്നുണ്ട്. ഓറൽ ക്യാവിറ്റി, വായ്ക്കുള്ളിലുള്ള ക്യാൻസേഴ്സ് കോമൺ ആയിട്ട് വരുന്നു. സ്ത്രീകളിൽ എടുക്കുകയാണെങ്കിലും ബ്രസ്റ്റും യൂട്രസും ഒക്കെ തന്നെയാണ് കോമൺ ആയിട്ട് വരുന്ന ക്യാൻസേഴ്സ്. അപ്പോൾ ക്യാൻസറിനെ കുറിച്ച് നമ്മൾ എന്തിന് ബോധവൽക്കരിക്കപ്പെടണം? ക്യാൻസർ നമ്മൾ എല്ലാവരും ഭയത്തോടുകൂടെ കാണുന്ന ഒരു അസുഖമാണ്. എന്നാൽ നമ്മൾ ഭയത്തോടുകൂടി കാണാതെ അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുകയും അത് പ്രിവെൻറ്റബിൾ ആണെന്നും അതിനെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നും നേരത്തെ കണ്ടുപിടിച്ചാൽ നന്നായിട്ട് ചികിത്സിക്കാൻ പറ്റുമെന്നും അങ്ങനെ നമുക്കൊരു സൗഖ്യം ലഭിക്കാനും സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാൻസറിനെ കുറിച്ച് അവെയർ ആയിരിക്കുന്നത്. പണ്ട് ഒരു 50 വർഷം മുൻപേയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഒരു ക്യാൻസർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു വില്ലേജിലോ ഇടയ്ക്ക് മുറയ്ക്കും നടക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മുടെ ഫാമിലി നോക്കിയാൽ തന്നെ അറിയാം, പലർക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ക്യാൻസർ വന്നിട്ടുണ്ട്. അത് ഒരു പരിധിവരെ നമ്മുടെ ജീവിതശൈലികളും നമ്മുടെ ഭക്ഷണക്രമങ്ങളും നമ്മുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങളും ഒക്കെ കൊണ്ടാണ്. അപ്പം അത് പലതും നമുക്ക് തടയാനും പല ക്യാൻസേഴ്സും നേരത്തെ കണ്ടുപിടിക്കാനും അതുവഴി നേരത്തെ സ്റ്റേജിൽ കണ്ടുപിടിച്ച് അതിനെ സുഖപ്പെടുത്തിയെടുക്കാനും സാധിക്കുന്നുണ്ട്. ഞാൻ വലിയ ടെക്നിക്കൽ ടേംസിലേക്കൊന്നും പോകുന്നില്ല, എന്നാലും ജസ്റ്റ് നിങ്ങളെ ഒരു 20 മിനിറ്റ്സ് കൊണ്ട് എന്തൊക്കെയാണ് കോമൺ സിംറ്റംസ്, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ ക്യാൻസർ നമുക്ക് ശരീരത്തെ ബാധിക്കാതിരിക്കാൻ വേണ്ടി എന്നത് മാത്രം ടച്ച് ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ ചോദ്യം, ഈസ് ക്യാൻസർ പ്രിവെൻറ്റബിൾ? നമുക്ക് ക്യാൻസർ വരാതിരിക്കാൻ സാധിക്കുമോ? ക്യാൻസറിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് ഒരു നല്ല ശതമാനം ക്യാൻസറുകളും പ്രിവെൻറ്റബിൾ ആണ്.
നമുക്ക് അറിയാം ക്യാൻസർ സാധാരണ കുട്ടികളിൽ ഉണ്ടാവുന്നതിനേക്കാളും വളരെയധികം തോത് കൂടുതലാണ് നമുക്ക് പ്രായമായവരിൽ ഉണ്ടാവുന്നത്. കുട്ടികളിൽ ഉണ്ടാകുന്നത് മിക്കവാറും ജനിതകമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസേഴ്സും അങ്ങനത്തെ ക്യാൻസേഴ്സ് ആണ്. പക്ഷേ നമ്മൾ പ്രായമായവരിൽ വരുന്നതിലെ പല കാരണങ്ങളും നമ്മൾ നമ്മുടെ ജീവിതവും നമ്മുടെ ശൈലിയും കൊണ്ട് പ്രാപിച്ചെടുത്ത കാര്യങ്ങളാണ്. അപ്പം ക്യാൻസർ ശരിക്കും പ്രിവെൻറ്റബിൾ ആണ്. അപ്പം നമ്മൾ ക്യാൻസറിന്റെ കാരണങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് മോഡിഫയബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാരണങ്ങളുമുണ്ട്, മാറ്റിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളുമുണ്ട്. ഈ ടോക്കിൽ പ്രധാനമായിട്ടും ഞാൻ മോഡിഫയബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുന്നത്. കാരണം നോൺ മോഡിഫയബിൾ കാരണങ്ങൾ ഒന്നുകിൽ നമ്മുടെ ജീൻ നമുക്ക് നമ്മുടെ പേരൻസിൽ നിന്ന് കിട്ടുന്നതോ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ്. ആ കാരണങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടോ നമുക്കതിൽ ഒരു മാറ്റവും വരുത്താൻ സാധിക്കത്തില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മോഡിഫയബിൾ കോസസ് എന്താണെന്നും ആ മോഡിഫയബിൾ കോസസ് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം മോഡിഫയബിൾ കോസസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോസാണ് ടൊബാക്കോ. ടൊബാക്കോ എന്ന് പറഞ്ഞാൽ സ്മോക്ക് ചെയ്യുന്ന ടൊബാക്കോ മാത്രമല്ല, മുറുക്കാനും പാൻ മസാലയും നാക്കിനടിയിൽ വെക്കുന്ന ടൊബാക്കോ പ്രോഡക്ട്സും എല്ലാം മൂലം നമ്മുടെ ഇന്ത്യയിൽ ഒരു 1/3 ക്യാൻസേഴ്സും ടൊബാക്കോ മൂലം വരുന്ന ക്യാൻസേഴ്സ് ആണ്. നമ്മൾ കണ്ടായിരുന്നല്ലോ കോമൺ ക്യാൻസേഴ്സ് ഏതൊക്കെയായിരുന്നു. ലങ് ക്യാൻസർ ഉണ്ട്, മൗത്ത് ക്യാൻസർ ഉണ്ട്, അന്നനാളത്തിലെ ക്യാൻസർ ഉണ്ട്, കിഡ്നി ക്യാൻസർ. ഈ കോമൺ ആയിട്ടുള്ള ക്യാൻസേഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സ്മോക്കിംഗ് ആണ്. അതും ആണുങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ സ്മോക്ക് ചെയ്യുന്നത് കൊണ്ട് ആണുങ്ങളിലാണ് ഈ സ്മോക്കിംഗ് കൊണ്ടുണ്ടാവുന്ന ക്യാൻസറുകളുടെ തോത് കൂടുതൽ. അത് ഇപ്പം നമ്മൾ ലങ് ക്യാൻസർ എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം സ്മോക്ക് ചെയ്യുന്നവർക്ക് സ്മോക്ക് ചെയ്യാത്തവരെക്കായി 12% റിസ്ക് കൂടുതലാണ് ക്യാൻസർ വരാനുണ്ട്. അത് ഒരിക്കൽ സ്മോക്ക് ചെയ്തതെന്നല്ല, നമ്മൾ ഒരു ദിവസം എത്ര സിഗരറ്റ് വലിക്കുന്നു, അങ്ങനെ എത്ര മാസം നമ്മൾ വലിച്ചു, ഈ 2 കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. അപ്പം നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് സ്മോക്ക് സിഗരറ്റ്സ് പെർ ഡേ ആസ് വെൽ ആസ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് ദാറ്റ് വി സ്മോക്ക്, രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സ്മോക്കിംഗ് ഇന്ന് നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് മാറി നമ്മളൊരു നോർമൽസിയിലേക്ക് എത്താൻ വർഷങ്ങളോളം എടുക്കും. അതിന് പക്ഷേ നമ്മൾ എത്ര നേരത്തെ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നു അത്രയും നേരത്തെ തന്നെ നമുക്ക് സ്മോക്കിംഗ് മൂലമുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ കുറയ്ക്കാൻ പറ്റും. സ്മോക്കിംഗ് ആൻഡ് ടൊബാക്കോ യൂസ് ക്യാൻസർ മാത്രമല്ല കോസ് ചെയ്യുന്നത്, ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും എല്ലാം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ മരണകാരണമായ ഒരു മെജോറിറ്റി ഓഫ് ദ കോസസ് ഈ സ്മോക്കിംഗ് ടൊബാക്കോയും കൊണ്ടുവരുന്നതാണ്. അപ്പം അത് നമ്മൾ ജീവിതത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഒത്തിരിയും ക്യാൻസേഴ്സും മറ്റ് ജീവിതശൈലി രോഗങ്ങളും അവോയ്ഡ് ചെയ്യാൻ പറ്റും. സ്മോക്കിങ്ങിനോളം ക്യാൻസറിനെ അത്ര ബാധിക്കില്ല, എന്നാലും സ്മോക്കിങ്ങോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നാണ് മദ്യപാനം. മോഡറേറ്റ് എമൗണ്ട് ഓഫ് ആൽക്കഹോൾ അല്ല, നല്ല ഹെവി ഡോസ് ഓഫ് ആൽക്കഹോൾ എല്ലാ ദിവസവും കഴിക്കുന്നവർ വായിലെ ക്യാൻസറും ശ്വാസം ഇറങ്ങിപ്പോകുന്ന ലാരിങ്സ്, സൗണ്ട് ഉണ്ടാക്കുന്ന ലാരിങ്സ്, ഭക്ഷണം ഇറങ്ങിപ്പോകുന്ന ഈസോഫാഗസ്, വൻകുടലിലെ ക്യാൻസറുകളും എല്ലാം സ്ഥിരമായി മദ്യപിക്കുന്നവരിൽ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. സ്ഥിരമായി മദ്യപിക്കുന്നത് മാത്രമല്ല, ദിവസം എത്ര എമൗണ്ട് ഓഫ് ആൽക്കഹോൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്നോ അത്ര കൂടുതൽ നമുക്ക് റിസ്ക് കൂടുതലാണ്. അത് മാത്രമല്ല, നമ്മൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ പുകവലിക്കുകയും കൂടെ ചെയ്യുന്നത് ഈ ദോഷങ്ങൾ പലതും ഇരട്ടിയാക്കും. നമുക്ക് കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടല്ലോ, ഓറൽ ക്യാവിറ്റി, ലാരിങ്സ്, ഈസോഫാഗസ് പോലുള്ള ക്യാൻസേഴ്സ് സ്മോക്ക് ചെയ്യുന്നത് കൊണ്ട് കൂടെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോഴും നമുക്ക് അതിൻ്റെ റിസ്ക് കൂടുതലായിട്ട് വരുന്നതാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഈ പുകവലിക്കാത്തവർക്കും പലപ്പോഴും മദ്യപിക്കാത്തവർക്കും ഒക്കെയും ക്യാൻസർ വരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലും ഡയറ്ററി പ്രോബ്ലംസും കൊണ്ടാണ്. എസ്പെഷ്യലി ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, റെഡ് മീറ്റ്, സോൾട്ടഡ് ആൻഡ് പിക്കിൾഡ് ഡയറ്റ്. നമ്മളൊരു 10-30 വർഷം മുന്നത്തെ ഒരു ജീവിതശൈലിയോ ഭക്ഷണക്രമമോ അല്ല നമ്മളിപ്പം പലരും ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പം കണ്ടുവരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ കാണുന്നുണ്ടല്ലോ, നമ്മൾ പലപ്പോഴും ഷോക്ക്ഡാണ്. 50 വയസ്സ് 60 വയസ്സുള്ളവർ ക്യാൻസറായിട്ട് ഡിറ്റക്റ്റഡ് ആകുന്നു. ഒരു 30 വർഷം മുന്നേ വരെ നമ്മളൊരു വിദൂര കേട്ടുകേൾവി മാത്രം ഉണ്ടായിരുന്ന ഒരു അസുഖമാണ്. അത്ര വളരെ പെട്ടെന്ന്, വളരെ ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് ഇത്രയും കോമൺ ആയിട്ടുള്ള ഒരു അസുഖം. അതിൽ ഈ ആൽക്കഹോളും ടൊബാക്കോയും പോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ ഭക്ഷണവും ലൈഫ് സ്റ്റൈലും ഉണ്ടാക്കിയിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഹൈ കാലറി
ആനിമൽ ഫാറ്റും ഒക്കെ ഉള്ള ഡയറ്റ്. അതുപോലെ തന്നെ സെഡൻറ്ററി ലൈഫ് എന്ന് പറയുമ്പം നമ്മൾ ഡോക്ടേഴ്സ് ആണെങ്കിലും എഞ്ചിനീയേഴ്സ് ആണെങ്കിലും നമ്മൾ സെഡൻറ്ററി ലൈഫാണ് പലപ്പോഴും. നമ്മൾ കമ്പ്യൂട്ടറിന് മുന്നിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കുന്നു, യാതൊരു രീതിയിലുള്ള എക്സസൈസസോ ഒന്നും ചെയ്യുന്നില്ല. അത് നമ്മൾ നമ്മുടെ ഒരു ബോഡിയുടെ ആ ഒരു ഹെൽത്ത് ഒരു 40 ഇയേഴ്സ് 50 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് ഈ ലാക്ക് ഓഫ് എക്സസൈസിന്റെ പ്രോബ്ലംസ്, നോട്ട് ഓൺലി ക്യാൻസർ, പക്ഷെ അത് വേറെ ജീവിതശൈലി രോഗങ്ങൾ പോലും നമുക്ക് വരാം. ഈ ഭക്ഷണത്തിന്റെ ഇതുകൊണ്ടും വരാവുന്ന ക്യാൻസേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്, പേടിപ്പിക്കാൻ വേണ്ടിയല്ല. എന്നാലും ഈ വൻകുടലിലെ ബ്രസ്റ്റിലെ ക്യാൻസറുകളെല്ലാം ഈ ഡയറ്ററി ഫാറ്റ് കൂടുന്നത് കൊണ്ട് വരാറുണ്ട്. അതുപോലെ തന്നെ റെഡ് മീറ്റ് കഴിക്കരുതെന്നല്ല, ഫാറ്റ് കഴിക്കരുതെന്നല്ല, പക്ഷെ അത് അമിത അളവിൽ കഴിക്കുമ്പോൾ പ്രോസസ്ഡ് മീറ്റ് എല്ലാം പ്രോബ്ലമാണ്. അത് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ജീവിതത്തിൽ കുറയ്ക്കാൻ സാധിക്കും. തീർത്തും പലപ്പോഴും നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ സാധിക്കത്തില്ല ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ, പക്ഷെ അതിൻ്റെ അളവ് കുറയ്ക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മളെ സംബന്ധിച്ച്. അതുപോലെ തന്നെ എക്സസൈസസ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ ക്യാൻസർ മാത്രമല്ല, ക്യാൻസർ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയുള്ള MI ആണെങ്കിലും സ്ട്രോക്ക് ആണെങ്കിലും ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. ഒബീസിറ്റി ഫുഡ് ഹാബിറ്റ്സിന്റെയും എക്സസൈസിന്റെയും ഒരു കോൺസിക്വൻസസ് ആയിട്ടാണ് വരുന്നത്. ഈ പെണ്ണുങ്ങളിൽ ഉണ്ടാകുന്ന സദനാർബുദവും എൻഡോമെട്രിയൽ ക്യാൻസറും എല്ലാം ഈ ഒബീസിറ്റിയുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഇത് നമുക്ക് വേർതിരിച്ച് ഈ ഭക്ഷണക്രമങ്ങളും ലാക്ക് ഓഫ് എക്സസൈസസും ഡയറ്റും ഒബീസിറ്റിയും അങ്ങനെ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റുന്നതല്ല. ഇതെല്ലാം ഈ ജങ്ക് ഫുഡ് കഴിക്കുന്നവരിൽ ഒബീസിറ്റി കാണാം. അങ്ങനെയുള്ളവർക്ക് തന്നെ ഈ ക്യാൻസറും മറ്റുള്ള ജീവിതശൈലി രോഗങ്ങളും കൂടുതലായിട്ട് കാണാൻ പറ്റും. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ശരിക്കും നമ്മളാൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. ഈ ഡയറ്റോ ഫുഡോ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും സാധിച്ചെന്ന് വരത്തില്ല. എന്നാലും അതിൻ്റെ അളവും അതിൻ്റെ ഫ്രീക്വൻസിയും കുറച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒബീസിറ്റി അമിതവണ്ണം ഇല്ലാതാക്കാനും നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാനും സാധിക്കും. പിന്നെ ചില ഇൻഫെക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെയും നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇപ്പം പുകവലിക്കാതിരിക്കുക, മദ്യം ഉപയോഗിക്കാതിരിക്കുക, അതുപോലെ ഭക്ഷണം കൃത്യമായിട്ട് എടുക്കുക. അത് കൂടാതെ പ്രിവെന്റബിൾ കോസസിൽ നമ്മൾ കുറെ ഇൻഫെക്ഷൻസും കാണാറുണ്ട്. ഇതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ ഈ ഹെപ്പറ്റൈറ്റിസ് ബി പോലെ, പിന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പോലുള്ള ഇൻഫെക്ഷൻസ്, അങ്ങനെയൊക്കെ വരുന്ന ഇൻഫെക്ഷൻസിന് ഇപ്പം നമുക്ക് വാക്സിൻസ് അവൈലബിൾ ആണ്. അപ്പം ആ ഒരു ഇൻഫെക്ഷൻസിനെതിരെ നമ്മളിപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ ഇപ്പം പല കോളേജുകളിലും നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ വാക്സിനേഷൻ എടുക്കുന്നതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി നമുക്ക് വരാതിരിക്കുകയും അതുമൂലം പ്രധാനമായിട്ടും ലിവർ ക്യാൻസർ വരാതിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ HPV എന്ന് പറയുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അത് ഈ പെണ്ണുങ്ങളിൽ ഉണ്ടാകുന്ന സർവിക്സ് എന്ന് പറയുന്ന യൂട്രസിന്റെ താഴ്ഭാഗത്ത് വരുന്ന ക്യാൻസർ, അതൊരു 90% ഈ HPV ഇൻഫെക്ഷൻ കൊണ്ടാണ് വരുന്നത്. അപ്പം ആ ഒരു ഇതിനെതിരെ ഒരു വാക്സിൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ആ വാക്സിൻ എടുക്കുന്നത് മൂലം HPV ഇല്ലാതാവുകയും നമുക്ക് ആ ഇൻഫെക്ഷൻസ് കുറയ്ക്കുകയും അതുവഴി ക്യാൻസേഴ്സ് ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. ഇനിയുള്ളത് വളരെ റെയർ ആയിട്ടുള്ള ക്യാൻസർ കോസസ് ആണ്. അതായത് എല്ലാവർക്കും വരുന്നില്ല, എന്നാൽ നമ്മുടെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന എൻവയോൺമെന്റ്, ഇപ്പൊ സിറ്റിയിലൊക്കെ എൻവയോൺമെന്റ് ആണെങ്കിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, പിന്നെ മരുന്നുകൾ വേറെ അസുഖങ്ങൾക്ക് വേണ്ടി കഴിക്കുക, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ജോലി, അത് സംബന്ധമായും ക്യാൻസർ റിസ്കുകളുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ കുറവുമായിരിക്കും. അത് പലപ്പോഴും നമുക്ക് മോഡിഫൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കത്തില്ല. ജോലി സംബന്ധമായിട്ട് നമ്മൾ സിറ്റിയിൽ താമസിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും അതിൽ അത്ര കണ്ട് മോഡിഫൈബിൾ ആയിരിക്കത്തില്ല. എന്നിരുന്നാലും ഇതിനെ നമുക്ക് മോഡിഫൈബിൾ കോസസ് ആണ്, നമ്മൾ മാറ്റി എടുക്കാം. ജനിതകമല്ലാത്തതുകൊണ്ട് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്തെങ്കിലും നിർത്താൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. നോൺ മോഡിഫൈബിൾ കോസസ് ഞാൻ വളരെ പറയുമ്പോൾ ഈ പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന ജനറ്റിക് കോസസ് ആണ്. ഒത്തിരി ജീൻസ്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ അത് ഒരിക്കലും നമുക്ക് പ്രിവെന്റ് ചെയ്യാനോ അത് നമുക്ക് വരാതിരിക്കാനോ പറ്റത്തില്ല. അങ്ങനത്തെ നോൺ മോഡിഫൈബിൾ കോസസ് ഉള്ളവർക്ക് നമ്മൾ നേരത്തെ ക്യാൻസർ കണ്ടുപിടിക്കുക, ഉണ്ടാവുന്ന ആദ്യത്തെ സ്റ്റേജിലെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മൾ നോക്കുമ്പം ഒരു 30 മുതൽ 40% ടൊബാക്കോ റിലേറ്റഡ് ആണ്. ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 20%. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണക്രമവും നമ്മുടെ ജീവിതശൈലികളും ഒക്കെ. അപ്പോൾ ഒരു 60% ക്യാൻസേഴ്സും നമ്മളിത് കൂട്ടിക്കഴിഞ്ഞാൽ 60 മുതൽ 70% ക്യാൻസേഴ്സും പ്രിവെന്റബിൾ ആണ്. നമുക്ക് നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ ഭക്ഷണക്രമങ്ങളും ടൊബാക്കോയും ഒക്കെ യൂസ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു 60% മുതൽ 70% വരെ ക്യാൻസേഴ്സ് നമുക്ക് വരാതിരിക്കാൻ പറ്റും. എന്നാലും ഈ പറയുന്ന ഒരു 30%-ന്റെ ഒരു 15% ജനറ്റിക് ആണ്. ബാക്കിയുള്ള ഒരു 15%-ന്റെ കാരണങ്ങൾ ഇപ്പോഴും നമുക്ക് അറിയില്ല. കൂടുതൽ റിസർച്ച് കണ്ടുപിടിക്കുന്ന അനുസരിച്ച് കൂടുതൽ കാരണങ്ങൾ കണ്ടുപിടിക്കണം. എന്നാലും നമ്മൾ മനസ്സിലാക്കുക, ഒരു 60 മുതൽ 70% ക്യാൻസേഴ്സ് നമുക്ക് വരുന്നതും നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ്. അത് നമുക്ക് പലപ്പോഴും പ്രിവെന്റബിളും ആണ്. പിന്നെ പ്രിവെൻഷൻ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ ഈ ക്യാൻസറിനെ നേരത്തെ കണ്ടുപിടിക്കാം, ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് എങ്ങനെ നമുക്ക് സംശയം ജനിപ്പിക്കുന്നത് എങ്ങനെയാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, ക്യാൻസർ നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തും, തലയിലെ ബ്രെയിനിൽ തുടങ്ങി കാലിന്റെ ഒരു തൊലിയിൽ വരെ വരാവുന്ന ക്യാൻസറാണ്. അപ്പം ക്യാൻസറിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിംറ്റംസും ഇല്ല. അത് ഏത് ഓർഗനെയാണോ ബാധിക്കുന്നത് ആ ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും പലപ്പോഴും വരുന്നത്. എന്നാലും ഈ സിംറ്റംസിൻ്റെ കൂടെ ക്രമാതീതമായിട്ട് വെയിറ്റ് പോവുക, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അത് മാറാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലും ക്യാൻസറായിട്ട് സസ്പെക്ട് ചെയ്യും. കോമൺ ക്യാൻസേഴ്സിന്റെ കുറച്ച് സിംറ്റംസ് ഞാൻ പറഞ്ഞുതരാം. അതിൽ സ്ക്രീനിങ്ങും അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. ഇപ്പം ഫീമെയിൽസിലാണെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്. ബ്രസ്റ്റ് ക്യാൻസറിന്റെ കോമൺ സിംറ്റംസ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. കോമൺ ആയിട്ട് വരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ബ്രസ്റ്റിനകത്ത് മുഴ, ലംബ്, അതായത് നമ്മൾ സാധാരണ ശ്രദ്ധിക്കുന്ന ഒരു സിംറ്റമാണ്. ഒരു 2 സൈഡിലെ ബ്രസ്റ്റ് നോക്കുമ്പോൾ ഒരു സൈഡിൽ ഒരു ചെറിയ മുഴയോ, നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ വലിയ സൈസിലുള്ള ഒരു മുഴയായിട്ടോ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. ഈ മുഴകളെ പറ്റി സംസാരിക്കുമ്പോൾ എല്ലാ ബ്രസ്റ്റിലെ മുഴകളും ക്യാൻസർ ആവണം എന്നൊരു നിർബന്ധവുമില്ല. എന്നാൽ നമ്മൾ ഒരു മുഴ കാണുമ്പോൾ അതിന് വൈദ്യസഹായം തേടുകയും ആ മുഴ ക്യാൻസർ അല്ല എന്ന് ഉറപ്പിക്കുകയും വേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം ബ്രസ്റ്റ് ക്യാൻസറിനെ പോലെ ഒരു ക്യാൻസർ നമ്മൾ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ക്യൂർ ആക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. അതേസമയം ലേറ്റ് സ്റ്റേജിലേക്ക് ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ അശ്രദ്ധക്കുറവ് കൊണ്ട് നമുക്ക് ഭേദമാകാവുന്ന ഒരു ക്യാൻസർ നമ്മൾ ആ ക്യാൻസറിന് നമ്മുടെ ജീവൻ വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പം ഒരു ലംബ് കാണുമ്പോൾ ലംബെന്ന് പറയുമ്പോൾ ഒരു മുഴ കാണുമ്പോൾ നമ്മൾ അതിനെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക, ഫർദർ സ്റ്റെപ്പുകൾ എടുക്കുക, വൈദ്യസഹായം തേടുക, മാമോഗ്രാഫി ചെയ്യുക. നമ്മൾ മുഴകൾ പറയുമ്പോഴും ബ്രസ്റ്റ് ക്യാൻസർ കോമൺലി എഫക്ട് ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു മോർ ദാൻ 40 ഇയേഴ്സ് അല്ലെങ്കിൽ 50 ഇയേഴ്സ് കഴിഞ്ഞുള്ള ഒരു ഏജ് ഗ്രൂപ്പിലാണ്. സാധാരണ ഒരു 30 വയസ്സ് 20 വയസ്സിന് ഇപ്പോൾ കാണുന്ന മുഴകൾ മിക്കവാറും ക്യാൻസറസ് അല്ലാത്ത മുഴയായിരിക്കും. എന്നാലും ഒരു 50 വയസ്സ് കഴിഞ്ഞുള്ള ഒരു മുഴയിൽ നല്ലൊരു സാധ്യതയുണ്ട് ഇത് ക്യാൻസർ ആവാനുള്ളത്. മുഴയെക്കൂട്ട് നോക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു 2 ആഴ്ച മുമ്പ് കണ്ട മുഴ വലുതാവുന്നുണ്ടെങ്കിൽ അതൊരു ക്യാൻസറിന്റെ ലക്ഷണമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അല്ല, നമ്മൾ ഒരു 10 വർഷമായിട്ട് കാണുന്ന ഒരു മുഴ അങ്ങനെ വളർച്ചയില്ലാതെ അങ്ങനെ ഇരിക്കുന്ന ഒരു മുഴ ക്യാൻസർ ആവാനുള്ള സാധ്യതയേക്കായും പെട്ടെന്ന് വളരുന്ന ഒരു മുഴ ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ വൈദ്യസഹായം നേടുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ കാണുന്നത് ചേഞ്ചസ് എന്ന് പറയുന്നത് നിപ്പിളിൽ കൂടെ രക്തമയമായിട്ടുള്ള ഡിസ്ചാർജ് വരിക, ഡിംപ്ലിങ്, അതായത് ബ്രസ്റ്റിന്റെ പുറത്തുള്ള തൊലി ഉള്ളിലേക്ക് വലിഞ്ഞു പോവുകയോ, ബ്രസ്റ്റിൽ പെയിൻ ഉണ്ടാവുകയോ, അല്ലെങ്കിൽ കഷത്ത് മുഴ ഉണ്ടാവുകയോ ചെയ്യുക. ഇതിൽ ഏതെങ്കിലും സിംറ്റംസ് നമ്മൾ കാണുകയാണെങ്കിൽ അത് നമ്മൾ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക. അല്ലെങ്കിൽ വൈദ്യസഹായം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമ്മളൊരു 50 വയസ്സുള്ള ഒരാൾക്ക് ഒരു മുഴ കണ്ടാൽ നമ്മളൊരു മാമോഗ്രാം എടുത്ത് അത് മുഴ കുഴപ്പമുള്ളതല്ല, ആവശ്യമുണ്ടെങ്കിൽ കുത്തിപ്പരിശോധനയും ചെയ്ത് മുഴ കുഴപ്പമല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മളെ സംബന്ധിച്ച് ഈ ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. അത് നിങ്ങൾ എല്ലാ സ്ത്രീകളായിട്ടുള്ള ഓഡിയൻസുകൾ എല്ലാ മാസത്തിലും ഒരു തവണയെങ്കിലും ചെയ്യണം. ഒരു 30 വയസ്സ് തുടങ്ങിയെങ്കിലും നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ബ്രസ്റ്റ് സെൽഫായിട്ട് എക്സാമിൻ ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കണം. ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് മാമോഗ്രാം വഴി കണ്ടുപിടിക്കാനും അത് നേരത്തെ ബ്രസ്റ്റിൽ തന്നെയുള്ള മുഴയായിട്ടോ കഷത്ത് വരെ വ്യാപിച്ചിട്ടുള്ള മുഴയായിട്ടോ കണ്ടുപിടിച്ചാൽ സർജറിയും ബാക്കിയുള്ള ട്രീറ്റ്മെന്റും കൊണ്ട് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടാവുന്നതാണ്. ആണുങ്ങളിലാണെങ്കിൽ കോമൺ ആയിട്ട് കാണുന്നത് ലങ് ക്യാൻസർ ആണ്. ഇപ്പം ബ്രസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള ഒരു അവയവമായതുകൊണ്ട് തന്നെ ചെറിയൊരു മുഴയാണെങ്കിലും നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനും അതിന് ട്രീറ്റ്മെന്റ് എടുക്കാനും പലപ്പോഴും സാധിക്കും. ലങ് ക്യാൻസറിനെ സംബന്ധിച്ച് നമുക്കൊരു പ്രോബ്ലം, നമുക്കത് ഈ ഓർഗൻ ലങ് എന്ന് പറയുന്ന അവയവം നമ്മുടെ ശരീരത്തിന് ഉള്ളിലാണ് ഇരിക്കുന്നത്.
അപ്പോൾ പലപ്പോഴും ഏതൊരു ചെറിയ മുഴയാണെങ്കിൽ പോലും നമുക്കതൊരു സിംറ്റമായിട്ട് വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ, ഇപ്പം നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫീമെയിൽസ് ആണെങ്കിൽ നേരത്തെ കൂട്ടി ബ്രസ്റ്റ് ലംബ് കാണുമ്പോഴേ വൈദ്യസഹായം തേടുകയും ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാനും ഒക്കെ സാധിക്കും. പക്ഷേ മെയിൽസിൽ കാണുന്ന കോമൺ ആയിട്ടുള്ള ഒരു ക്യാൻസറായ ലങ് ക്യാൻസറിൽ നമ്മൾ പലപ്പോഴും കണ്ടുപിടിക്കുമ്പോൾ ഒത്തിരി അഡ്വാൻസ്ഡ് സ്റ്റേജിലായിരിക്കും കാണുന്നത്. കാരണം അത് നമുക്ക് കാഴ്ചയിൽ നിന്ന് വിദൂരമാണ്. നമുക്കത് എന്തെങ്കിലും സിംറ്റം ഉണ്ടായി അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കോമൺ ആയിട്ട് ലങ് ക്യാൻസറിൽ കാണുന്ന സിംറ്റംസ് ചുമച്ച് തുപ്പുന്ന കഫത്തിനകത്ത് രക്തം വരികയോ, ശ്വാസം മുട്ട് വരികയോ, ചുമ നിർത്താതെ ചുമച്ച് 2-3 മാസങ്ങളായിട്ടും ആൻറ്റിബയോട്ടിക്സ് എടുത്തിട്ട് മാറാതെ ഇരിക്കുന്ന ചുമ, അതുപോലെ തന്നെ നല്ല ചുമയോടൊപ്പം തന്നെ വെയിറ്റ് കുറയുക, ചെസ്റ്റ് പെയിൻ വരിക, ഈ സിംറ്റംസ് ഒക്കെ വരുമ്പോൾ തന്നെ യൂഷ്വലി ലങ് ക്യാൻസർ ഒരു അഡ്വാൻസ് സ്റ്റേജിലേക്കായി മാറാറുണ്ട്. എസ്പെഷ്യലി ലങ് ക്യാൻസർ വരുന്ന ഒരു 90% ആൾക്കാരും ഹെവി സ്മോക്കേഴ്സ് ആയിരിക്കും. അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ അവർ സ്മോക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഈ ക്യാൻസർ വരുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് 50-60 വയസ്സൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ ഒരു 30-40 വർഷം അവർ ഓൾറെഡി സ്മോക്ക് ചെയ്തിട്ടുണ്ടാവും ഈ ലങ് ക്യാൻസറിന് മുന്നേ. അപ്പം അങ്ങനെയുള്ളവരെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് ലങ് ക്യാൻസർ സ്ക്രീനിങ്ങിന് CT സ്കാനുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഹെവി സ്മോക്കേഴ്സ് ആയിട്ടുള്ള 60 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ ഈവൻ സ്ക്രീനിങ് ആയിട്ട് നമുക്ക് CT സ്കാനിങ് ചെയ്യാൻ പറ്റും. ലങ് ക്യാൻസറിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മളതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അറിയാം 90% സ്മോക്കിംഗ് മൂലമാണ് വരുന്നത്. നമ്മൾ സ്മോക്ക് ചെയ്തില്ലെങ്കിൽ ഒരു പരിധി വരെ ലങ് ക്യാൻസർ നമുക്ക് നിയന്ത്രിക്കാനും അത് വരാതിരിക്കാനും സാധിക്കും. രണ്ടാമതായിട്ട് സ്ത്രീകളിൽ കാണുന്നതാണ് ഈ യൂട്രൈൻ സെർവിക്സ് എന്നൊക്കെ പറയുന്ന ഗ്രന്ഥികളിലെ ക്യാൻസർ. ഈ യൂട്രൈൻ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസർ പോലെയാണ്, വളരെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയും യൂഷ്വലി നമുക്ക് ക്യൂറബിളുമായിട്ടുള്ള ഒരു ക്യാൻസറാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യൂട്രസ് നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ലെങ്കിലും യൂട്രൈൻ ക്യാൻസറിൽ പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാവും. അതൊരു പെട്ടെന്നൊരു സിംറ്റമായിട്ട് പ്രസൻറ്റ് ചെയ്യുകയും അത് മാസമുറ നിന്ന സ്ത്രീകളിലാണ് യൂട്രൈൻ ക്യാൻസർ കാണുന്നത്. അപ്പം മാസമുറ നിന്ന് 2-3 വർഷത്തിന് ശേഷം പെട്ടെന്നൊരു ബ്ലീഡിങ് വരിക. അപ്പം നമ്മളൊരു ബയോപ്സി എടുത്ത് നോക്കിയും അപ്പോൾ യൂട്രൈൻ ക്യാൻസർ കണ്ടുപിടിക്കുകയും ചെയ്യും. യൂട്രൈൻ ക്യാൻസറിനെ സംബന്ധിച്ച് ഈ ബ്ലീഡിങ് നമുക്കൊരു അനുഗ്രഹം പോലെയാണ്. കാരണം പീരീഡ്സ് നിന്ന സ്ത്രീകളിൽ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ അവരതിൻ്റെ ഒരു സിംറ്റം അതൊരു എന്തോ പ്രോബ്ലം ആണ് എന്ന് അവർക്ക് തന്നെ മനസ്സിലാവുകയും അത് നേരത്തെ കണ്ടുപിടിക്കാനും സാധിക്കും. നമ്മൾ ഈവൻ ഇന്ത്യയിലാണെങ്കിൽ പോലും ഒരു 80% നമുക്ക് സ്റ്റേജ് 1 കണ്ടുപിടിക്കാനും പറ്റാറുണ്ട് യൂട്രൈൻ ക്യാൻസർ. അത് നമുക്ക് പരിപൂർണമായിട്ട് സുഖപ്പെടുത്താനും പറ്റുന്ന ഒരു ക്യാൻസറാണ്. അപ്പം നിങ്ങളുടെ പേരൻസ് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ സിംറ്റംസ് പറയുമ്പോൾ അവർ പീരീഡ്സ് നിന്ന അമ്മമാരാണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നിർബന്ധമായും അത് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാവേണ്ടതാണ്. യൂട്രൈൻ ക്യാൻസർ പോലെ തന്നെ കോമൺ ആയിട്ടുള്ളതാണ് ഒരു സെർവൈക്കൽ ക്യാൻസർ. സെർവൈക്സ് എന്ന് പറയുന്നത് യൂട്രസിൻ്റെ താഴ്ഭാഗത്തുള്ള ഓർഗനെയാണ് പറയുന്നത്. അത് നമ്മുടെ നമ്മൾ പറഞ്ഞല്ലോ HPV എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷൻ കൊണ്ടാണ് അത് പ്രധാനമായിട്ടും വരുന്നത്. സെർവൈക്കൽ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കേരളത്തിൽ കുറഞ്ഞു വരികയാണ്. നമ്മുടെ പൊതുവെ നമ്മളൊരു ഹൈജീൻ ഓറിയൻറ്റഡ് സൊസൈറ്റി ആയതുകൊണ്ടും HPV കുറച്ചൊരു ജെനിറ്റൽ ഹൈജീൻ കുറഞ്ഞ ആൾക്കാരിലാണ് കൂടുതലും കാണപ്പെടുന്നത്. അപ്പം സെർവൈക്കൽ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കുറഞ്ഞു വരികയാണ്. ഈവൻ സെർവൈക്കൽ ക്യാൻസറും ഈ ഒരു 40-50 വയസ്സിനിടയിൽ ആ ഒരു കാലഘട്ടത്തിലാണ് വരുന്നത്. അതിൻ്റെയും കോമൺ ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് വെള്ളം പോലെ പോവുക, ബ്ലീഡിങ്, പീരീഡ്സ് ഉള്ള സ്ത്രീകളിലാണെങ്കിൽ ബ്ലീഡിങ് കൂടുതലായിട്ട് വരിക, അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ ഇടയ്ക്ക് ബ്ലീഡിങ് വരിക എന്നൊക്കെയുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് നമുക്ക് തുടങ്ങുന്ന സമയത്ത് തന്നെ പോയി നമ്മൾ വൈദ്യസഹായം തേടി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് എക്സാമിൻ ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ സെർവിക്സിൽ നിന്ന് ഒരു പാപ്സ്മിയറോ ബയോപ്സിയോ എന്തെങ്കിലും എടുക്കേണ്ടി വന്നാൽ അത് എടുത്ത് അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് സുഖപ്പെടുത്താൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. അപ്പം ഇത് രണ്ടും നമ്മുടെ വീട്ടിൽ ഇപ്പം നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, നിങ്ങളെ സംബന്ധിച്ചത് പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. എന്നാലും പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വൈദ്യസഹായം നേരത്തെ നേടാനായിട്ട് എൻകറേജ് ചെയ്യുക. നേരത്തെ കണ്ടുപിടിച്ചാലും നമുക്ക് സുഖപ്പെടുത്താൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്, നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറുമാണ് യൂട്രൈൻ ക്യാൻസറും സെർവിക്കൽ ക്യാൻസറും. ആണുങ്ങളിൽ പിന്നെ വരുന്ന ഒരു ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പലപ്പോഴും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒരു 70-80 വയസ്സുകളിലൊക്കെയാണ് വരുന്നത്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ കോമൺ സിംറ്റംസ് എന്ന് പറയുന്നത് മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടോ, മൂത്രം ഒഴിക്കുമ്പം മൂത്രം പോകുന്നതിൻ്റെ ഒരു തോത് കുറവ്, അല്ലെങ്കിൽ മൂത്രത്തിൽ രക്തമയം വരിക, അല്ലെങ്കിൽ നടുവേദന. സാധാരണയായിട്ട് ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ മറ്റുള്ള ക്യാൻസറുകളെക്കായും വളരെ പയ്യെ വളരുന്നതും വലിയ
ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത ടൈപ്പ് ക്യാൻസറുമാണ്. എന്നിരുന്നാലും പ്രായമായവരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ടാണ് യൂറിനിലെ പ്രോബ്ലം എന്നൊക്കെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുകയും അതിൻ്റെ മരുന്നുകൾ ആയുർവേദ മരുന്നുകളും മറ്റും വാങ്ങിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാനായിട്ട് PSA എന്ന് പറയുന്ന ബ്ലഡിലുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പം നമ്മുടെ പേരൻസിനോ ഗ്രാൻഡ് പേരൻസിനോ മൂത്രത്തിൻ്റെ സിംറ്റംസ് പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അതിനൊരു ഡിഫറൻസ് വരികയും ചെയ്യാതിരിക്കുമ്പോൾ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണോ എന്ന് സംശയം തോന്നി ടെസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ വൈദ്യസഹായം തേടുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും യൂറിനിലെ ഇൻഫെക്ഷൻ ആണ് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ നാൾ ആൻറ്റിബയോട്ടിക്സും മറ്റ് മരുന്നുകളും ഒക്കെ കഴിക്കുകയും എന്നാൽ ആ സിംറ്റംസ് മാറാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അയ്യോ സംശയം തോന്നി നമ്മൾ പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പം 1-2 മാസമൊക്കെ ഈ സിംറ്റംസ് മാറാതിരിക്കുകയും ഇൻഫെക്ഷൻ മാറിയിട്ട് മൂത്രത്തിൻ്റെ സിംറ്റംസ് മാറാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും അവരെ എൻകറേജ് ചെയ്ത് നമ്മൾ വൈദ്യസഹായം തേടണം. കോളൻ ക്യാൻസർ അത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ കാണുന്നതാണ്. പലപ്പോഴും നമ്മൾ മലത്തിലുള്ള രക്തം അതാണ് കോമൺ ആയിട്ടുള്ള സിംറ്റംസ്. അതിലിപ്പം നമ്മുടെ ഒരു മാറ്റം വന്നത്, നമ്മൾ പണ്ട് ഇന്ത്യൻ ക്ലോസറ്റ്സ് ആയിരുന്നു ഉപയോഗിക്കുന്നത്, ഇപ്പോഴാണ് നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റ്സിലേക്കൊക്കെ മാറുന്നത് കൊണ്ട് ഈ മലത്തിൽ രക്തം പോകുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പണ്ട് ഇന്ത്യൻ ക്ലോസറ്റ്സ് ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും പേഷ്യൻസ് പറയുമായിരുന്നു മലത്തിൽ കൂടെ രക്തം പോകുന്നു. പക്ഷെ നമ്മൾ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ പലപ്പോഴും വേറെ യൂറോപ്യൻ ക്ലോസറ്റ്സ് ഉപയോഗിക്കുകയും നമ്മൾ മലം പോകുന്നത് ശ്രദ്ധിക്കാതെ ഫ്ലഷ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പം ആ ഒരു മലം ഇടയ്ക്കെങ്കിലും ഒന്ന് ക്ലോസറ്റിലേക്ക് നോക്കി രക്തമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നേരത്തെ കണ്ടുപിടിച്ചാൽ ഈ പറഞ്ഞ പോലെ സർജറിയും കീമോതെറാപ്പിയും കൊണ്ട് പൂർണ്ണമായിട്ട് സൗഖ്യമാവുന്ന ഒരു ഇതാണ്. മാത്രമല്ല നമുക്ക് മലം പോകുന്നതിലുള്ള എന്തെങ്കിലും വ്യതിയാനങ്ങൾ അത് ചിലപ്പോൾ ഒരു ഡയറിയ ആയിട്ടായിരിക്കാം, ചിലപ്പം മലം പോവാതിരിക്കുന്നതായിരിക്കാം, വയറിൻ്റെ വേദനയായിരിക്കാം, വെയിറ്റ് കുറയുന്ന അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് എസ്പെഷ്യലി ഒരു തവണ വന്നു എന്ന് വിചാരിച്ച് നമ്മളത് ക്യാൻസറായിട്ട് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. എന്നാലും അതിങ്ങനെ മാറാതെ ഇരിക്കുമ്പോൾ വൈദ്യസഹായം തേടി ആൻറ്റിബയോട്ടിക്സും മറ്റ് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് കൊണ്ടുവന്ന് പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളൊരു കൊളോസ്കോപ്പിയോ ഒക്കെ ചെയ്ത് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ലാന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതൊക്കെയാണ് കുറച്ച് കോമൺ ക്യാൻസേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധവൽക്കരണം തരാനെന്നൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതൊരു യൂസ്ഫുൾ സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് സർ. സാറിന്റെ വിലപ്പെട്ട വാക്കുകൾക്ക് വളരെ വളരെ നന്ദി. സാറിന്റെ ഇത്രയും നല്ല പ്രസന്റേഷനും വളരെ നന്ദി. Thank you. Question answers വല്ലതും ഉണ്ടോ അതോ can I stop? താങ്ക് യു സർ. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും കുട്ടികളെയും ഒക്കെ ഉൾപ്പെടുത്തി ഫെബ്രുവരി മാസം നമ്മുടെ കോളേജിൽ നടന്ന ഒരു സോഷ്യൽ ഫെസ്റ്റ് ആയിരുന്നു ട്രിഗർ 20. തേർഡായി ഹ്യൂമൻ ലൈബ്രറി വീൽ ചെയർ സൂപ്പർമാൻ ആയ കൃഷ്ണകുമാർ സാറിന്റെ ഒരു ടോക്ക് സെഷൻ, സ്റ്റെംസെൽ ഡോണർ രജിസ്ട്രേഷൻ ആയ ആർദ്ര, അങ്ങനെ നിരവധി പരിപാടികൾ നമുക്ക് ഈ സോഷ്യൽ ഫെസ്റ്റിലൂടെ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. 3 ദിവസങ്ങളിലായി വളരെ മികച്ച രീതിയിൽ തന്നെ ഈ പരിപാടി നടന്നു. ഇതിലൂടെ ഒട്ടേറെ പേരുടെ മുഖങ്ങളിൽ പുഞ്ചിരി വിടർത്തുവാനും അവരിൽ സാമൂഹിക അവബോധം സൃഷ്ടിക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നിവിടെ സ്റ്റെപ്സ് സ്റ്റാഫ് കോർഡിനേറ്ററായ അഷ്ഫാഖ് സർ, സാറിന് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം എത്തിച്ചേരാൻ സാധിച്ചില്ല. സാറിന്റെ അഭാവത്തിൽ നമുക്ക് ഇത്രയും നല്ലൊരു അവയർനെസ് സെഷൻ നടത്തി തന്ന റോണി സാറിനെ സ്റ്റെപ്സിന്റെ മഹത്തായ ഇവന്റ് ട്രിഗർ 20ന്റെ സോവനീർ റിലീസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റോണി സർ. റോണി സർ കേൾക്കാൻ പറ്റുന്നുണ്ടോ?
Hello, sir. സാറിനും നെറ്റ്വർക്ക് ഇഷ്യൂസ് കാരണം ലീവ് ചെയ്യേണ്ടി വന്നു എന്ന് തോന്നുന്നു. അടുത്തതായി ആശംസ പ്രസംഗത്തിനായി NSS പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ ഹുദ മാമിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Hello, good evening everyone. അപ്പം നമുക്കിപ്പോൾ ഒരു ക്യാൻസർ അവയർനെസ് ടോക്ക് റോണി സർ തന്നു, ഡോക്ടർ റോണി ബെൻസൺ. സാറിനോട് ഇപ്പം ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. സാർ ഇല്ല സ്ഥലത്ത്, സാറ് കണക്ഷൻ ഇഷ്യൂസ് കാരണം ലോഗൗട്ട് ആയി പോയി. എങ്കിലും സാറിനോട് അതിനുള്ളൊരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുവാണ്. നമ്മൾക്ക് അറിയാവുന്ന ഒരുപാട് മിത്സ് ആൻഡ് ഫാക്ട്സ് ക്ലിയർ ചെയ്ത് സാർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മാത്രമായിരിക്കില്ല, നിങ്ങളുടെ ചുറ്റുമുള്ള ആർക്കെങ്കിലും ഒക്കെ ആയിരിക്കാം ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അപ്പം അത് ഇപ്പം ഇവിടെ എനിക്ക് കാണുന്നത് ഒരു 80-82 പേരോളം ഉണ്ട്. നിങ്ങൾക്കും അത് നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ ഏർലി ഡിറ്റക്ഷന് പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. അപ്പം നമ്മുടെ ഇവിടെ ഉള്ളൊരു എന്താ പറയുക, ക്യാൻസർ നമ്പർ ഓഫ് ക്യാൻസർ പേഷ്യൻസിനെ വളരെയധികം താഴേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ക്യൂറിന്റെ നമ്പർ കൂട്ടാനും എല്ലാം വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും നിങ്ങളുടെ ഒരു കറക്റ്റ് ഇന്റർവെൻഷൻ ഉണ്ടെങ്കിൽ. അപ്പം അതിനെല്ലാവർക്കും പറ്റട്ടെ എന്നും അതിന് എല്ലാവരും ശ്രമിക്കണമെന്നാണ് ഫസ്റ്റ് തിങ്. പിന്നെ നമ്മുടെ സ്റ്റുഡൻസ്, TKM സ്റ്റുഡൻസിന്റെ ഇപ്പോഴുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെപ്പോഴും വളരെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന വ്യക്തികളാണ്. വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളാണ് നിങ്ങൾ കൊണ്ടുവരാറ് അല്ലേ. അപ്പം പല ക്യാമ്പസിൽ അടിച്ചുപൊളി പരിപാടി മാത്രം നടക്കുമ്പോൾ നമ്മുടെ ക്യാമ്പസിൽ നമ്മുടെ കാലത്തിനും കാലഘട്ടത്തിനും ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് ആണ് നിങ്ങൾ എപ്പോഴും കൊണ്ടുവരുന്നത്. അപ്പം അതിനൊക്കെ മുന്നിൽ നിൽക്കുന്ന സ്റ്റെപ്സിനും NSSനും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം നിങ്ങൾ കൊണ്ടുവരുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇതുപോലുള്ള ഇവന്റ്സ് ഇനിയും വെയിറ്റ് ചെയ്യുവാണ്. ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ പുതിയ ഇവന്റിനും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ ഒരിക്കൽ കൂടി സാറിനെയും പിന്നെ ഇത് ഓർഗനൈസ് ചെയ്ത സ്റ്റെപ്സിന്റെ എല്ലാ ഭാരവാഹികൾക്കും അതുപോലെ NSS TKMCയിലെ 2 യൂണിറ്റ്സിലെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അടുത്തതായി ലവ്ലോക്സ് കോളേജ് തുടങ്ങിയ കൊല്ലം ഹെയർ ഡൊണേറ്റ് ചെയ്ത ഒരാളാണ് നമ്മുടെ ഇടയിലുള്ള സൗമ്യ ചേച്ചി. ഇന്ന് നമ്മോടൊപ്പം സൗമ്യ ചേച്ചിക്ക് ചേരാൻ പറ്റിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സൗമ്യ ചേച്ചിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കാം. നമസ്കാരം, എൻ്റെ പേര് സൗമ്യ. ശരിക്കും നമ്മള് ഇങ്ങനൊരു പ്രോഗ്രാം, ലവ്ലോക്സ് എന്ന പ്രോഗ്രാം
നമ്മൾ തേർഡ് ഇയർ ഉണ്ടാകുന്ന ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്തൊരു പ്രോഗ്രാമാണ്. അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് NSSന്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആ ഒരു ടൈമിൽ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളെയും കൊണ്ട് നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ പോയായിരുന്നു. അവർക്കൊരു അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മുടെ സീനിയർ ആയിട്ടുണ്ടായിരുന്ന ജസീൽ എന്ന് പറയുന്ന ഒരു ഇക്ക ഉണ്ടായിരുന്നു. അപ്പൊ ഇക്കയാണ് ഇങ്ങനെ ഒരു ഐഡിയ നമുക്ക് ഇട്ടു തരുന്നത്. നിങ്ങൾക്ക് ഗേൾസിന് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിക്കൂടെ എന്നുള്ളൊരു ഐഡിയ ഇക്ക തരികയും, അപ്പൊ ആ ഒരു എന്താ ഇക്ക ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോ ആ ഒരു മോട്ടിവേഷൻ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം, നമ്മൾ കുറച്ചുപേര് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താം എന്നൊരു തീരുമാനം എടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ മുടി മുറിച്ചിട്ട് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടും ആദ്യം കേൾക്കുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിത് ആദ്യം ഐഡിയ ഇതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കുള്ള ഒരു കൺഫ്യൂഷൻ അത് തന്നെയായിരുന്നു. ആൾക്കാർ മുടിക്കാൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അവര് അതിനോട് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോ നമ്മളായിട്ടൊരു മാതൃക ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള ഒരു മെന്റാലിറ്റി അത് ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങി ചെയ്യാൻ നിൽക്കായിരുന്നു. അപ്പോൾ എന്തായാലും സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് സെക്കൻഡ് ഇയറിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു ഫസ്റ്റ് മുടി വെട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരായി മുടി ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരികയും നമ്മളെല്ലാവരും ഒരു 5-6 പേര് ഒരുമിച്ച് മുടി ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും കട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ നമ്മൾ തന്നെ അത് ചെയ്ത് കാണിച്ചു കൊടുത്തോണ്ട് ആൾക്കാർക്ക്, എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഒരുപാട് പേര് അത് ഇതിൽ നിന്ന് ഇൻസ്പിരേഷൻ കൊണ്ടിട്ട് ഒരുപാട് പേര് TKM തന്നെ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരികയുണ്ടായിരുന്നു. പിന്നെയാണ് വലിയൊരു പ്രോഗ്രാം ആയിട്ട് ബാക്കിയുള്ള കോളേജുകളിലും ഒക്കെ നടത്തണം എന്നുള്ളൊരു ഇത് വെച്ചിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ കുറെ വർഷമായി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും നിങ്ങൾ ആ പ്രോഗ്രാം കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോ ശരിക്കും സന്തോഷം തോന്നി. ഹുദ മാം പറഞ്ഞ പോലെ TKMലെ കുട്ടികൾ എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ ചെയ്യുന്ന ആൾക്കാരാണ്. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു അത് നമ്മുടെ സീനിയേഴ്സ് ഇവിടെ ആ ഒരു സ്റ്റെപ്സ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് അതിനുള്ളൊരു വഴി തെളിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ പാത പിന്തുടരുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ വർഷത്തിലും അടിപൊളിയായിട്ട് പ്രോഗ്രാംസ് നടത്തുന്ന ആൾക്കാരാണ് ഓരോ വർഷവും. അപ്പൊ ശരിക്കും എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ ഈ ഇത്തരം ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങൾ ആ ഒരു മെന്റാലിറ്റി കൈവിടാതെ നിങ്ങൾ പരിമിതമായ സാഹചര്യം ഉപയോഗിച്ചിട്ട് പോലും നിങ്ങൾ ഇത്തരം പരിപാടികൾ നടത്തുന്നതിൽ ഒക്കെ വളരെ സന്തോഷമുണ്ട്. അപ്പോ ഇതുവരെ ഞാൻ കുറെ ഫോട്ടോസ് ഒക്കെ കണ്ട് മുടി ഡൊണേറ്റ് ചെയ്ത ആൾക്കാരുടെ. ഇനി ആൾക്കാർ മുന്നോട്ട് വരാം. ഇത് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കുള്ള ആൾക്കാരിൽ തന്നെ എത്തിക്കുന്നുണ്ട്, അവരിലേക്ക് തന്നെ എത്തും. ആവശ്യക്കാർക്ക് ഈ മുടി വിഗായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പുവരുത്തൽ നിങ്ങൾ നടത്തണം. അല്ലാതെ നമ്മൾ വെറുതെ മുടി മുറിച്ചിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ആ ഒരു ഉറപ്പുവരുത്തൽ കൂടി നിങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അതൊന്ന് ശ്രദ്ധിക്കുക, അതിനെപ്പറ്റി ഒന്ന് നോക്കുക, അത്ര പറയാനുള്ളൂ. ചേച്ചി നമ്മള് ഹലോ ചേച്ചി നമ്മള് മുൻപ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മള് പണ്ടത്തെ തത്വയ്ക്ക് നമ്മൾ NIT പോയിട്ട് അവിടെ പോയി സ്റ്റോൾ ഇട്ടു, ഇങ്ങനെ ലവ് ലോക്സിന്റെ സ്റ്റോൾ ഇട്ടു, അവിടെ നല്ല റീച്ച് വന്നു. അപ്പോ അങ്ങനെ പുറത്തുനിന്നൊക്കെ കോളേജിലൊക്കെ നമ്മൾ പോയി നടത്തുമ്പോൾ നമ്മുടെ പേര് വെച്ച് നമ്മൾ നടത്തുമ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് ഇത്രയും റീച്ച് ഒക്കെ കിട്ടാൻ? അങ്ങനെയൊക്കെ അതിന്റെയൊക്കെ കഥയെന്ന് പറയോ? അതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ശരിക്കും ഞാനല്ല ചെയ്തിട്ടുള്ളത്. അനഘ, ഗ്രീഷ്മ എന്ന് പറഞ്ഞ വേറെ 2 പേരുണ്ട്. അവരത് ശരിക്കും NIT പോയിട്ട് തത്വയുടെ സമയത്ത് വർക്ക് ചെയ്തിട്ടുള്ള അവരാ ശരിക്കും. അവിടെ ഉള്ള സമയത്ത് ഭയങ്കര നന്നായിട്ട് പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ട്
മുടി ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് അവിടെ കണ്ടിട്ട് തന്നെ മുടി ആൾക്കാർ വന്നിട്ട് ഡൊണേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളേജിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. നമ്മുടെ ഒരു ബാച്ച്മേറ്റിന്റെ ഉമ്മ ഇതുപോലെ മുടി ഡൊണേറ്റ് ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ല രീതിയിലുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ആക്സെപ്റ്റൻസ് കിട്ടും. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ പുറത്ത് നമ്മളവരോട് എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും. പിന്നെ എല്ലായിടത്തും ചില ആൾക്കാർ നമ്മളെ എന്താ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും. പുറത്തൊരു കോളേജിൽ പോയിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു NIT എന്ന് പറയുന്നത് അത്രയും വലിയ ഫെസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോ അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. അപ്പോ എന്തായാലും അതിനകത്തുനിന്ന് കുറച്ച് പേര് മുന്നോട്ട് വന്ന് ചെയ്ത് തന്നായിരിക്കാം. ചേച്ചിക്ക് ആദ്യമായിട്ട് ഈ മുടി മുറിച്ച സമയത്തുണ്ടായിരുന്ന ആ സന്തോഷം, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനത്തെ ഒരു ഡൊണേഷൻ ചെയ്യാണെന്ന് എന്ന് ഉള്ളിൽ തട്ടി തോന്നിയ സമയത്തുണ്ടായിരുന്ന ആ ഫീലിംഗ് ഒന്ന് പറയോ? ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ മുടി മുറിക്കാന്ന് പറയുമ്പോൾ അതുവരെ മുടി മുറിക്കാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ആദ്യം ഒരു ടെൻഷനൊക്കെ തോന്നും. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. എനിക്ക് അതുപോലെ തോന്നിയായിരുന്നു. അപ്പൊ കുറെ നാളായിട്ട് മുടി നീട്ടി വളർത്തിയിട്ട് പിന്നെ പെട്ടെന്ന് മുറിക്കാന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ടെൻഷൻ പോലെ തോന്നും. പക്ഷെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോ ഇപ്പൊ നമ്മള് മുടി മുറിക്കുകയാണെന്ന് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോട് പറയുമ്പോൾ ആൾക്കാർ പലരും പല രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ചില അയ്യോ മുടി മുറിക്കരുത് എന്ന് പറയും, ചില ആൾക്കാര് സപ്പോർട്ട് ചെയ്യും ഭയങ്കരമായിട്ട്. അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ മുടി മുറിക്കാം എന്ന് തീരുമാനിച്ച് മുടി മുറിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുടി മുറിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ മുടി മുറിക്കുന്ന ദിവസങ്ങൾ ഇങ്ങനെ നീട്ടി കൊണ്ടുപോവുക ചെയ്ത. പിന്നെ എന്തായാലും മുറിക്കാം എന്നുള്ളൊരു മൈൻഡ് അത് അങ്ങനെ സെറ്റാക്കി എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് മുടി മുറിച്ച് തന്നെ. അപ്പൊ മുടി മുറിക്കാൻ ഇരിക്കുമ്പോ ഒക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളൊരു ഇത്. മുടി മുറിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്റെ മുടി മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ മുടി കാണുമ്പോൾ ഇത് ഒരാൾക്ക് ഒരു ഉപകാരമാണല്ലോ എന്നുള്ള ഒരു ശരിക്കും നമുക്ക് ആ ഒരു ഫീല് തോന്നും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ പിന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ ആരെങ്കിലുമൊക്കെ പിന്നെ നമ്മൾ മുടി വെട്ടി കഴിഞ്ഞിട്ട് നാട്ടിലൊക്കെ വരുമ്പോൾ ആരെങ്കിലും ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനത്തോടെ പറയാൻ പറ്റും നമുക്ക് അത് ഇതുപോലെയുള്ള പേഷ്യൻസിന് വിഗ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഡൊണേറ്റ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അതൊരു ഫീലാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. താങ്ക് യു ചേച്ചി. ഓക്കെ ചേച്ചി. പക്ഷെ ആക്ച്വലി ചേച്ചിയൊക്കെ പറഞ്ഞാല് അന്നത്തെ കാലത്ത് ലീഡിങ് ബൈ എക്സാമ്പിൾ ആയിരുന്നു ആക്ച്വലി. അപ്പൊ ജസ്റ്റ് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതിന് പകരമായിട്ട് എപ്പോഴും ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് പറയാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയാമെങ്കിലും അതിനൊപ്പം കൂടെ നിന്ന് ചെയ്യുന്നതിനും നമുക്കും കൂടെ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചി ചെയ്തതെന്ന് പറഞ്ഞാല് ലൈക്ക് അവിടെ നിന്നൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾ സീനിയേഴ്സിന്റെ അടുത്തൊക്കെ ഇങ്ങനെ അന്വേഷിച്ചപ്പോ ഇതിന്റെ സ്റ്റാർട്ട് എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ചേച്ചി, സൗമ്യേച്ചി, ഗ്രീഷ്മേച്ചി അങ്ങനെ കുറെ പേര് ഒരു ദിവസം കട്ട് ചെയ്തിട്ട് വന്നു. അപ്പൊ പിന്നെ അതൊരു ലെഗസി ആയി മാറി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോ അത് ഇപ്പൊ എത്തിയിരിക്കുന്നത് ദ ചോയ്സ് ഓഫ് ബ്രേവ് എന്നുള്ളൊരു #ലാണ്. അതായത് ലൈക്ക് നമുക്ക് ഒരു മുടിയുള്ള ഒരാള് ക്യാൻസർ പേഷ്യൻസിന് മുടി കൊടുക്കുമ്പോൾ ദേ ആർ മേക്കിംഗ് ദ ബ്രേവസ്റ്റ് ചോയ്സ്. അപ്പൊ നമ്മുടെ ഈ ഒരു മോട്ടോവിനെ പറ്റി ലൈക്ക് ബാക്കിയുള്ളവർക്ക് ഒരു മെസ്സേജും കൂടെ ചേച്ചിയുടെ ഭാഗത്തുനിന്ന് എങ്ങനെയായിരിക്കും? ശരിക്കും ആ #, എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു പറഞ്ഞില്ലേ, അത് ശരിക്കും ഉണ്ട്. അപ്പൊ മുടി എന്ന് പറയുന്നത് എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആൾക്കാര് എന്താ പറയാ മുടി എപ്പോഴും സംസാരിക്കുന്ന ഒരു മുടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് മുറിച്ചൊരാൾ കൊടുക്ക എന്നൊക്കെ പറയുന്നത് അത് അവരുടെ മനസ്സിലൊരു ശരിക്കും നല്ലൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ബ്രേവ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്.
ഒരുപാട് നന്ദി ചേച്ചി. നല്ല രീതിയിൽ ചേച്ചിയുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. അടുത്തതായി സൗമ്യ ചേച്ചിക്ക് ഞങ്ങളുടെ വക ഒരു സ്നേഹ സമ്മാനം ബിനോട്ടൻ നൽകുന്നതായിരിക്കും. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാം. ഓക്കെ. ഈ ഒരു അവസരത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും ആപ്റ്റ് ആൻഡ് ഡിഗ്നിഫൈഡ് പേഴ്സണാലിറ്റിയാണ് നമ്മുടെ സൗമ്യേച്ചി എന്ന് പറയുന്നത്. സൗമ്യേച്ചി 2018 ബാച്ച് പാസ് ഔട്ട് ആണ്. അതുകൊണ്ട് NSS വോളണ്ടിയർ ആയിട്ടും സ്റ്റെപ്സിന്റെ വർക്കിനും എല്ലാം മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ചേച്ചി. ചേച്ചിയാണെങ്കിൽ ആദ്യകാല ലവ് ലോക്സ് നടന്നപ്പം ഹെയർ ഡൊണേറ്റ് ചെയ്ത ഒരാളാണ് ചേച്ചി. അതുപോലെ ബാക്കിയുള്ളവർക്ക് മാതൃകയായ ഒരു വ്യക്തിയാണ് നമ്മുടെ സൗമ്യേച്ചി എന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു അവസരത്തിൽ ജോലി തിരക്കുകൾക്കിടയിലും എത്തിച്ചേർന്ന സൗമ്യേച്ചിക്ക് സ്റ്റെപ്സ് ഫാമിലിയുടെ പേര് നന്ദി അറിയിക്കുന്നു. അടുത്തതായി തന്റെ വിലപ്പെട്ട സമയം ചെലവഴിച്ച് ഞങ്ങൾക്കൊരു ക്യാൻസർ അവയർനെസ് സെഷൻ റോണി സർ എടുത്തു തന്നു. സാറിനും ഞങ്ങളുടെ വക ഒരു സ്നേഹ സമ്മാനം നൽകുന്നുണ്ട്. അതിലേക്ക് കടക്കും. സ്നേഹ സമ്മാനം നൽകുന്നതിനായി ഹുദാമാവിനെ ക്ഷണിക്കുന്നു. Hi everyone. Dr. Ronnie Benson is an oncologist at Medicity. Despite of his all his busy schedule, he accepted our request for being with us on this wonderful initiative. In fact, it is a great pleasure for me to honor our chief guest, Dr. Ronnie Benson. Within a short time of 30 to 40 minutes, he gave us a clear understanding about what cancer is and how to deal with it. Thank you for that. On behalf of our college, our NSS family, TKMC Steps, we honor you, sir, for being a warrior against cancer and for supporting us in this journey for propagating cancer awareness in our campus. Thank you, sir. Thank you. Thank you, sir. Thank you, ma'am. ഇത് വെച്ച് നമ്മൾ ഈ പ്രോഗ്രാമിന്റെ അവസാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി അർപ്പിക്കാനായി അഞ്ജലിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. നിങ്ങളെ ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നതാണ്. ആദ്യമായി ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കേണ്ടിയിരുന്ന അഷ്ഫഖ് സാർ, സാറിന് പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. എങ്കിലും നമ്മുടെ ഏതൊരു പരിപാടിക്കും ഫുൾ സപ്പോർട്ടായി തീർന്നിരിക്കുന്ന സ്റ്റെപ്സിന്റെ സ്റ്റാഫ് കോർഡിനേറ്റർ കൂടിയായ പ്രൊഫസർ അഷ്ഫഖ് സാറിനെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഇന്നത്തെ സെഷന്റെ മുഖ്യ അതിഥിയും മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഓങ്കോളജിസ്റ്റ് കൂടിയായ ഡോക്ടർ റോണി ബെൻസൺ. സാറിന് ഏറെ വിലപ്പെട്ട സമയമാണ് നമുക്ക് വളരെ വിജ്ഞാനപ്രദവും അവബോധകരവുമായ ഈ സെഷൻ നടത്തിയത്. ഡോക്ടർ